ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ അരുളി ചെയ്യുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ആരംഭത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുക, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കായി ഒരു സഹായകനെ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. രക്ഷാകര പദ്ധതിയുടെ 2-ാം ഭാഗം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറയുക. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള 3 തിരിച്ചറിവുകൾ നമുക്ക് കിട്ടുക. 1, പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. 2, ദൈവിക നീതി എന്താണ് എന്നുള്ള തിരിച്ചറിവ്. 3, ന്യായവിധി ഉണ്ട് എന്നുള്ള ഓർമ്മ. ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. 1, പാപത്തെക്കുറിച്ചുള്ള അറിവല്ല, പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കാലഘട്ടം വിവരസാങ്കേതിക വിദ്യ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറിവുകൾ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അത് നല്ല അറിവുകളും പാപത്തിൻ്റെ അറിവുകളും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പം വിശുദ്ധമായവയും അശുദ്ധമായവയും പെട്ടെന്ന് സംലഭ്യമാകുന്നൊരു കാലഘട്ടത്തിൽ പാപത്തെക്കുറിച്ചുള്ള അറിവല്ല, തിരിച്ചറിവാണ് കിട്ടേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനത്തിലൂടെ നമ്മൾ പറയാറുണ്ട്, പാപവും പുണ്യവും വേർതിരിച്ചേക്കുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടുക. ആ തിരിച്ചറിവ് കിട്ടിയപ്പോഴാണല്ലോ ഒരമ്മ മോളോട് പറഞ്ഞു കൊടുത്തത്, മോള് പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ അമ്മയ്ക്കിഷ്ടം മോൻ മരിച്ചു എന്ന് കേൾക്കുന്നതാണ്. ആ ഒരു വാക്ക് വചനമായി ആ മകളിൽ മാംസം ധരിച്ചു. അവൾക്ക് വളരെ പരിമിതികൾ ഉണ്ടായിട്ടും സുഹൃത്തുക്കൾ കൂട്ടുകൂടാനുണ്ടായിട്ടുമൊക്കെ അവൾ വിശുദ്ധിക്ക് വേണ്ടി ബലം പിടിച്ചു. അവസാനം അവൾ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിയായ കഥ നമുക്കറിയാം. വിശുദ്ധ മരിയാകുര്യത്തിൻ്റെ ചരിത്രമാണ്. വിശുദ്ധ മരിയാകുര്യത്തിയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കാൻ മാർപ്പാപ്പ വേദിയിൽ വരുമ്പോൾ വേദിയുടെ മുൻവശത്തൊരാൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അത് അലക്സാണ്ടർ ആയിരുന്നു എന്നും നമുക്കറിയാം. അപ്പം പാപബോധം ഒരമ്മയിൽ നിറഞ്ഞ് ഒരു കുഞ്ഞിലേക്ക് പങ്കുവെക്കപ്പെടുമ്പോൾ അത് ആ കുഞ്ഞിനെ മാത്രമല്ല രക്ഷിക്കുക, അവളുമായി ബന്ധപ്പെട്ടവരെ കൂടിയാണ് രക്ഷിക്കുക. നമ്മുടെയൊക്കെ തലമുറ ഐക്യപ്പെടുന്ന മേഖലകൾ അപകടകരമായ വഴികളുണ്ട്. സാധ്യതകളുടെ കാലവുമാണ്. അപ്പോൾ സാധ്യതകളുടെ കാലവും അതിനുള്ളിൽ തന്നെ പതിയിരിക്കുന്ന അപകടങ്ങളുമുള്ളൊരു കാലത്ത് ഒരു തലമുറയെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആഴമായൊരു പാപബോധത്തിൽ നയിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, വ്യക്തമായ ബോധ്യം കിട്ടുന്നില്ല എങ്കിൽ തലമുറ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. നമ്മളൊക്കെ ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, 3 വയസ്സിന് മുമ്പ് കിട്ടുന്നതെല്ലാം ബോധ്യങ്ങൾ, 9 വയസ്സിന് മുമ്പ് കിട്ടുന്നതെല്ലാം സ്വഭാവം. അപ്പം ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ആത്മീയ പരിശീലനം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, വിശുദ്ധിയുടെ പരിവേഷം, വിശുദ്ധമായ ചിന്തകൾ എല്ലാം രൂഢമൂലമാകുന്നത് 3 വയസ്സിന് മുമ്പ് കിട്ടുന്നത് ബോധ്യങ്ങളാണെങ്കിൽ ആ ബോധ്യങ്ങളിൽ കുഞ്ഞുനാളിൽ മുതലേ കൊടുക്കേണ്ടി വരുന്നു. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ കാനഡയിലെ ടൊറൻറ്റോയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ, അന്താരാഷ്ട്ര യുവജന സമ്മേളനത്തിൽ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടിയ ആ മഹാസമ്മേളനത്തിൽ വെച്ച് വളരെ മനോഹരമായ ഒരു ചിന്ത പറഞ്ഞതായി അതിൽ പങ്കെടുത്തൊരു യുവാവ് ഒരിക്കൽ പറഞ്ഞു. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ നിങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പ യുവജനങ്ങളോട് പറയുകയാണ്. 2, നിങ്ങൾക്ക് കിട്ടിയ പാപബോധം നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം. 3, ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമെന്ന് പറയുന്നത് പാപബോധമില്ലാതെ വളരുന്ന തലമുറയാണ്. വളരെ മനോഹരമായിട്ട് 3 ചിന്തകൾ മാർപ്പാപ്പ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. നമുക്കറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്തെയും യുവജനങ്ങൾക്കുമൊക്കെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ആരംഭം കുറിച്ചത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയിലൂടെയാണ്. യുവജനങ്ങളെ ഇത്രത്തോളം, ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് യുവജനങ്ങളെ. പൗലോസ്ലീഹയൊക്കെ വിശുദ്ധ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ലേഖനങ്ങളിൽ ഓരോ പ്രദേശത്തെയും വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്തതുപോലെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തത് ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ എന്നാണ്. അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളിലെ വിശുദ്ധി ഉണർന്നു വരുമെന്നാണ് മാർപ്പാപ്പ പറയുക. അപ്പോൾ നമ്മളൊരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്പം കുറവുള്ള ആളാണെങ്കിൽ പോലും അഭിസംബോധന നല്ലതാണെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആകാൻ ശ്രമിക്കും എന്ന് പലരും പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ എന്ന് പറഞ്ഞുകൊണ്ട് യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത പരിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധിയുടെ വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ്. 1, നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ നിങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൃപയാലാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കൃപ കിട്ടാത്തൊരു വ്യക്തിക്ക് ദൈവജനത്തിലോട്ട് അടുക്കാൻ സാധ്യമല്ല. കൃപ കിട്ടിയ ഒരു സമൂഹമുണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. അതാണല്ലോ നമ്മുടെ സഭയുടെയും ലോകത്തിൻ്റെയും ഒക്കെ ശക്തി.
അപ്പോൾ കൃപ കിട്ടിയ ആ സമൂഹത്തിൻ്റെ ദൗത്യം എനിക്ക് കിട്ടിയ കൃപയിൽ ഞാൻ നിലനിൽക്കുക എന്നതിന് ഒപ്പം തന്നെ എനിക്ക് കിട്ടിയ കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ്റെ അടുത്ത്, ഒരു വൈദികൻ്റെ അടുത്ത്, നന്നായി പ്രാർത്ഥനാനുഭവമുള്ള ധ്യാനിപ്പിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു വൈദികൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്താണ് ഒരു അമ്മ 2 കുഞ്ഞുങ്ങളെയുമായി കോളേജിലേക്ക് യാത്ര അയക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ ചിന്ത ഇതാണ്: മോളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് മാത്രമാകുന്നില്ല, നിങ്ങളുടെ കൂട്ടുകാർ കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. കൂട്ടുകാർകളിലൂടെ അഭിഷേകം ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു പരിധിവരെ അവരുടെ ചിന്ത, അവരുടെ വാക്ക്, അവരുടെ ചലനങ്ങൾ, അവരുടെ പ്രവൃത്തികൾ ഈ കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ നിങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, നിങ്ങൾക്ക് കിട്ടിയ പാപബോധം നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം. പാപബോധം എന്ന് പറഞ്ഞാൽ ആദ്യം നാം ചിന്തിച്ചു പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്, അറിവല്ല. പാപത്തെക്കുറിച്ചുള്ള അറിവാണെങ്കിൽ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൻഡ് ചെയ്തേക്കാൻ പറയും. പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണെങ്കിൽ വേണ്ട എന്ന് പറയും, അരുത് എന്ന് പറയും. അപ്പോൾ അരുതുകൾ പറയാനുള്ള ആർജവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ കിട്ടുന്ന ആ പാപബോധം, പാപത്തിൻ്റെ തിരിച്ചറിവ് നമ്മളിൽ മാംസം ധരിക്കണം. ആ ബോധ്യം നമ്മളിൽ മാംസം ധരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നതാണ്. 3, നിങ്ങൾക്ക് കിട്ടിയ ഈ നൂറ്റാണ്ടിൻ്റെ ദുരന്തമെന്ന് പറയുന്നത് പാപബോധമില്ലാതെ വളരുന്ന തലമുറയാണ്. മാർപ്പാപ്പ പറയുന്നു, കുട്ടികളുടെ കുഴപ്പമല്ല. നമുക്കറിയാം സമീപകാല സംഭവങ്ങളിൽ യൂറോപ്പിൽ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച അതേ സാംസ്കാരിക അപജയത്തിൻ്റെ അലയടികൾ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലും നമ്മുടെയൊക്കെ പട്ടണങ്ങളിലും പ്രതിഷേധ സ്വഭാവത്തിലൊക്കെ നടക്കുമ്പം നമ്മൾ ഓർക്കും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അത് തലമുറയെ പഴിച്ചിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടിയ ബോധ്യങ്ങളാണ്. നല്ല പാഠങ്ങൾ പഠിപ്പിക്കേണ്ട. ബഹുമാനപ്പെട്ട ആചാര്യ വിറമ്പലച്ചൻ എഴുതിയൊരു പാട്ടാണെന്ന് തോന്നുന്നു, അമ്മ മടിയിലിരുത്തി കുരിശു വരപ്പിച്ച സന്ധികൾ, ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്ക് ഉമ്മ കൊടുത്തത്, ഇന്നുമെൻ ഓർമ്മയിൽ വീണ്ടും തെളിയുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അപ്പോൾ എത്ര അപകടകരമായൊരവസ്ഥയിൽ ഒരു വ്യക്തി തളരുമ്പോഴും, പാപം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന തളർച്ചയിലും തിരിച്ചു പോകാനുള്ള ഒരാഗ്രഹം ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്നത് കുഞ്ഞുനാളിൽ കിട്ടിയ നല്ല വിശുദ്ധയുടെ ഓർമ്മകളും വിശുദ്ധ പാഠങ്ങളുമാണ്. വീണ്ടും അച്ഛൻ്റെ മനോഹരമായ പാട്ടിൽ പറയുന്നുണ്ട്, തൂവള്ള വസ്ത്രവും മുടിയും ചൂടി പുലരിതൻ പുഞ്ചിരി പൂക്കളുമായി അൾത്താര മുമ്പിൽ കൈകൂപ്പി നിന്ന ആദ്യ കുർബാനകൻ ഓർമ്മകൾ. അപ്പോൾ ആ വിശുദ്ധിയിലേക്ക് മടങ്ങിപ്പോവുക. ഈ 2-ാം വത്തിക്കാൻ സുനോദോസൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു തലം ഉറവിടങ്ങളിലേക്ക്, ഒരു വ്യക്തിയുടെ ഉറവിടങ്ങളിലേക്ക്. 2-ാം വത്തിക്കാൻ സുനോദോസിലൊക്കെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് സഭയുടെ ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോകാനാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് ഇതിനെ ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പങ്കുവെച്ച വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും നല്ല പാഠങ്ങൾ അത് കുഞ്ഞുനാളിലാണ് ഉറപ്പിച്ചത്. ആ നന്മകളിലേക്ക്, ആ വിശുദ്ധിയുടെ നല്ല പാഠങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, കൊണ്ടുപോകുവാൻ നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. വീണ്ടും ആ പാട്ടിൻ്റെ അടുത്ത ഭാഗം വളരെ ചിന്തോദീപകമാണ്. വളർന്നപ്പോൾ പല വഴിയിൽ നടന്നു, കുരിശു വരെ ഞാൻ മറന്നുപോയി, സ്തുതികൾ ചെല്ലിയ നാവിനാൽ പലരെയും ദൂഷണം പറഞ്ഞ് ഞാൻ പാപിയായി. അപ്പോൾ സ്തുതി മാത്രം പറയാൻ പഠിച്ച നാവ് കൊണ്ട് പല വഴിയെ പോയപ്പോൾ അറിയാതെ നാവിൻ തുമ്പിൽ കടന്നു വന്ന വേണ്ടാത്ത കാര്യങ്ങൾ, സ്തുതിക്ക് പകരമായി ദൂഷണങ്ങൾ കടന്നു വരുന്നു. നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ സ്വഭാവഹത്യയും ക്യാരക്ടർ അസാസിനേഷനും പല വഴിക്കും നടക്കുന്നൊരു കാലം. വിമർശനപരമായി ഒന്നും കാണരുതെന്നല്ല, വിമർശനപരമായി കാണുക എന്നുള്ള യുവത്വത്തിൻ്റെ ചുമതലയാണ്. വിമർശനപരമായി ചിന്തോദ്ദീപകമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ സ്വഭാവഹത്യ, ക്യാരക്ടർ അസാസിനേഷൻ അതൊരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നു, അമിതമായി സംഭവിക്കുന്നു. അതിനിരയാക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു. ചിലർ ജീവിതം പോലും അവസാനിപ്പിച്ച കഥകൾ വരുന്നു. പട്ടിണി, ദാരിദ്ര്യം ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങൾ, സ്വഭാവഹത്യ, അങ്ങനെ പലതും വരുമ്പോൾ ദുർബല മനസ്സർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് പാപബോധം, അടുത്ത തലമുറ നമുക്ക് കിട്ടിയ പാപബോധം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നൂറ്റാണ്ടിൻ്റെ തലമുറ പാപബോധമില്ലാതെ വളർന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിലൊരു മരണസംസ്കാരം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. 1 പാപത്തെക്കുറിച്ച് പാപബോധം, 2 നീതിയെക്കുറിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 കർത്താവ് പറയുന്നുണ്ടല്ലോ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്, എല്ലാം നമ്മളിലേക്ക് സംഭവിക്കുന്നതാണ്. ഒന്നു മാത്രം, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പോവുക. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പോകുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ തലമുറയ്ക്കുണ്ടാകണം, നമുക്കുമുണ്ടാകണം. ധൃതിയുടെ, ഷോർട്ട് കട്ട് മെത്തേഡുകളുടെ, ക്രാഷ് പ്രോഗ്രാമുകളുടെ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കാത്തിരുന്ന് കിട്ടുന്നതൊക്കെ നല്ലതാണ് എന്ന് ദൈവവചനം അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അത് നിത്യജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും കാത്തിരിപ്പിൻ്റെ കാലമുണ്ട്, ഭൗതിക ജീവിതത്തിലുമൊക്കെ ഉണ്ട്.
അപ്പോൾ കാത്തിരിക്കാനുള്ള, അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവഹിതമാണോ എന്നുള്ള തിരിച്ചറിവ്, ദൈവഹിതമാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, ഇത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുക. 3, ന്യായവിധി ഉണ്ട് എന്നുള്ള ഓർമ്മ. ന്യായവിധി ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. എപ്പോൾ വേണമെങ്കിലും വിളിക്കപ്പെടാം, ജീവൻ്റെ പുസ്തകം തുറക്കപ്പെടാം. ന്യായവിധി ഉണ്ട്. ഇവിടെ നടക്കുന്നതൊക്കെ ഒരു റിയാലിറ്റി ഷോയാണ്, റിയൽ ഷോ വരുന്നതേ ഉള്ളൂ എന്നൊരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചൊരു ആത്മീയ അനുഭവത്തിൽ പറഞ്ഞു തോർക്കുന്നു. ഒരു കുറിപ്പെഴുതാണ്, വളരെ ചിന്തോദ്ദീപകമായി തോന്നി. ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ ഒരു ബോധ്യമാണ്, ഇവിടെ നടക്കുന്നതെല്ലാം ഒരു റിയാലിറ്റി ഷോയാണ്, റിയൽ ഷോ വരുന്നതേ ഉള്ളൂ. അതുതന്നെയാണ് യഥാർത്ഥ ഒരു തീർത്ഥാടനം കഴിഞ്ഞുള്ളൊരു മടങ്ങിപ്പോകൽ. ആ ഒരു അനുഭവത്തിലേക്ക് ന്യായവിധി. കഴിഞ്ഞ തലമുറയെ നമ്മളെയൊക്കെ വേദപാഠ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ചില ചിന്തകളുണ്ടായിരുന്നു. സമരസഭ, സഹനസഭ, വിജയസഭ. സഹനസഭ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലവിധ സമരങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് ആത്മീയ സമരം, ഭൗതിക സമരം, ഭൗതിക വ്യഗ്രതയും ആത്മീയ ദാഹവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. സമരസഭ. സഹനസഭ, മരണശേഷം ശുദ്ധീകരണത്തിലായിരിക്കുന്നൊരവസ്ഥ. അവിടെ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾ, അതിൻ്റെ കാലവിളംബം, അതിൻ്റെ കാലങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ചില ബോധ്യങ്ങൾ ചെറുപ്രായത്തിൽ കിട്ടിയിരുന്നു. 3, ന്യായവിധിയുണ്ട് എന്നുള്ള ഓർമ്മ. വിജയസഭ. വിജയസഭ സ്വർഗത്തിലും നേരിട്ട് സ്വർഗത്തിലെത്താൻ പറ്റുമോ എന്ന് ഒരിക്കൽ ഒരു വൈദികനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുമ്പം അച്ഛൻ പറയുന്നു പറ്റും. എങ്ങനെയാണ് പറ്റുക? നീ മരിക്കണം. എങ്ങനെ മരിക്കണം? രക്തസാക്ഷിയായി മരിക്കണം. ഒന്നെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നത് രക്തസാക്ഷിത്വമല്ല. ഒന്നെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി, എനിക്ക് പകരക്കാരനായി കുരിശിൽ കിടന്ന ക്രിസ്തുവിൻ്റെ മരണം പാഴായിപ്പോയതല്ല, അതെൻ്റെ ആത്മരക്ഷയാണ് എന്നുള്ള തിരിച്ചറിവിൽ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള മരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കാളുകളിലൊക്കെ കാണുന്നത് രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ടോമച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലിബിയൻ കടൽ തീരത്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ട ചെറുപ്പക്കാരെ കാണുമ്പോൾ വിശ്വാസത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വം നമ്മൾ അറിയുന്നു. ഒന്ന് തള്ളിപ്പറഞ്ഞാൽ അവർക്ക് എത്താമാകുന്ന സൗഭാഗ്യങ്ങൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവർ കടന്നു പോകുന്നു, ശിരസ് കുനിച്ച് കടന്നു പോകുന്നു. രോമം കത്തിരിക്കാൻ കൊണ്ടുവന്ന ചെമ്മരിയാടിനെ പോലെ, അറക്കാൻ കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ പോലെ അവർ ശിരസ് കുനിച്ച് നിൽക്കുന്നു. ശിരച്ഛേദം ചെയ്യപ്പെടുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വരുന്ന സ്തുതിപ്പുകൾ, ദൈവമേ കരുണയായിരിക്കണമേ, ദൈവമേ കരുണയായിരിക്കണമേ. വിശുദ്ധ എസ്തപ്പാനോസ് മരിക്കുന്ന സമയത്ത് പറഞ്ഞ അതേ വാക്കുകൾ ഈ ചെറുപ്പക്കാരുടെ വാക്കുകളിൽ നിന്ന് വരുന്നു. ലിബിയൻ കടൽ തീരത്ത് വധിക്കപ്പെട്ട 2 ചെറുപ്പക്കാരുടെ പേര് ബിഷോയ് എസ്തപ്പാനോസ് കാമൽ, സാമുവൽ എസ്തപ്പാനോസ് കാമൽ എന്നായിരുന്നു എന്നുള്ളത് ഒരു നിയോഗമായിരിക്കാം. ഈ കാലഘട്ടത്തിലും സഭ അല്ലെങ്കിൽ വിശ്വാസം വെല്ലുവിളികളെ നേരിടുമ്പോൾ സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ ജീവൻ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇടറാതെ നിൽക്കുന്ന യുവത്വം ഒരടയാളമാണ്. ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന, ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർ ഒരു വശത്തുണ്ടാകുമ്പോൾ വിശ്വാസത്തിന് വേണ്ടിയുള്ള ബോധ്യങ്ങൾ അവരുടെ സഹോദരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ചോദ്യം, ജീവിച്ചിരിക്കുന്ന സഹോദരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. മരണസമയത്തും അവർ ആ നാമം, ദൈവമേ എന്നുള്ള നാമം, ക്ഷമിക്കണമേ എന്നുള്ള ആ ദൈവവചനത്തിൻ്റെ ധ്യാനം അവരുടെ അധരങ്ങളിൽ നിന്ന് പോയില്ലല്ലോ. ആ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് കിട്ടണം. അപ്പം വിജയസഭ ഇവിടം കൊണ്ട് തീരുന്നതല്ല. അപ്പം നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവിടെയാണ്. സങ്കീർത്തകൻ 73-ാം സങ്കീർത്തനത്തിൽ 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിൽ കയ്പ് നിറയുമ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു, ദൈവസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു. ആത്മാവിൽ പാപത്തിൻ്റെ കയ്പ് കിടക്കുന്നു, ഹൃദയത്തിൽ പാപത്തിൻ്റെ മുറിവേറ്റ് കിടക്കുന്നു, മനുഷ്യൻ മൃഗത്തെ പോലെയാകുന്നു. നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യനിങ്ങനെ വൈകാരികമായി ഇത്രയും വിക്ഷോഭങ്ങൾ കാണിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ വൈകാരിക വിക്ഷോഭം കൂടുന്ന കാലഘട്ടം. ചേർന്നിരിക്കേണ്ടവർ, ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവർ, ഒന്നിച്ച് ചിന്തിക്കേണ്ടവർ, എന്നും ഒന്നിച്ചായിരിക്കുമെന്ന് കരുതിയവർ നൈമിഷികമായ വികാരപ്രകടനങ്ങളിൽ വൈകാരിക വിക്ഷോഭത്തിൽ മൃഗതുല്യമായി പെരുമാറുന്നു. 73-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന വളരെ മനോഹരമായൊരു ചിന്തയാണ്, എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു, ഞാൻ മൂഢനാകുന്നു, ഞാൻ അജ്ഞനാകുന്നു, ദൈവസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെയാകുന്നു. പാപത്തിൻ്റെ കയ്പ് ഏറ്റുപറയാത്ത, പാപബോധമില്ലാതെ ജീവിച്ച് പാപത്തിൻ്റെ കയ്പ് ആത്മാവിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു. പാപം മൂലമുണ്ടായ പരിക്ക്, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ പാപം ഒരു മനുഷ്യനെ പരിക്കേൽപ്പിക്കുന്നു, പാപം രോഗമായി മാറുന്നു, പാപം മുറിവായി മാറുന്നു.
അപ്പം ഹൃദയത്തിനേക്കുന്ന പാപത്തിൻ്റെ മുറിവ് സൗഖ്യപ്പെടാതെ ഏറ്റുപറഞ്ഞ് സൗഖ്യപ്പെടാത്ത പാപം മുറിവായിട്ട് കിടക്കുന്നു. അവിടെ മൃഗതുല്യമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് പോകുന്നു. കുറ്റബോധം, നിരാശ, ആത്മവിശ്വാസമില്ലായ്മ, അപകർഷതാബോധം, അതുമൂലം സാധ്യതകളുള്ള യുവത്വം അപകടങ്ങളിലേക്ക് ചെന്നിയാടുന്നു. അത് യുവത്വം മാത്രമല്ല, പ്രായമായവരും ചെന്നിയാടുന്നു. അവിടെയാണ് 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയത്, ആരാണ് ഭാഗ്യവാൻ ഈ ഭൂമിയിലെ? അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ 7 കോടി ലോട്ടറി അടിച്ചയാളോ, അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്തയാളോ, അതുമല്ലെങ്കിൽ അതിനപ്പുറം സൗഭാഗ്യം ഭൗതികമായത് പലതും കിട്ടിയെന്ന് പലരും നമുക്ക് പറയാറുണ്ടല്ലോ. വലിയ ഭാഗ്യവാൻ, ഭാഗ്യമായി പോയി. അതെ, അത് ഭാഗ്യമാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ഭൗതിക അനുഗ്രഹങ്ങളും ഭാഗ്യമായിട്ട് വരാം, ദൈവം അനുവദിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷേ ഭാഗ്യവാൻ ആരാണ്? യഥാർത്ഥ ഭാഗ്യവാൻ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവരും ഭാഗ്യവാൻ. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സങ്കീർത്തനം തുടങ്ങുന്നു, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അവൻ്റെ ഫലം എന്താണെന്ന് പറയുന്നുണ്ട് 1-ാം സങ്കീർത്തനം. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരെക്കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പരത്തുന്ന പതിര് പോലെയാണ്. അവർക്കൊരിടത്തും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. അതുകൊണ്ടാണ് പലരും ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ള പരാതി പ്രാർത്ഥനാ നിയോഗങ്ങളായിട്ട് വരുന്നത്. ഒരിടത്തും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒരിടത്തും വ്യക്തതയില്ല, ഒരിടത്തും കൃത്യതയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 മാർഗങ്ങൾ എനിക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 വഴികൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ആരാണ് ഭാഗ്യവാൻ? അകൃത്യങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് നിൻ്റെ ഹൃദയം പരിശോധിക്കുമ്പോൾ, കർത്താവ് നിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ കുറ്റമറ്റവനായി കാണുന്നവൻ, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ. എപ്പോഴാണ് ഒരു വ്യക്തി തളരുന്നത്? ദാവീദ് എഴുതുന്നു, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. എങ്കിലും രാവും പകലും അവിടുത്തെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. പാപിയുടെ കരം, പാപിയുടെ തളർച്ചയിൽ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേലുണ്ട്. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ മറച്ചു വെച്ചില്ല. പരിഹാരം വരികയാണ്. ഞാൻ എൻ്റെ പാപം അവിടുത്തോട് ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എന്നോട് ക്ഷമിച്ചു. അപ്പോൾ പാപബോധമുള്ളൊരു തലമുറ അകൃത്യങ്ങൾ മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. അവിടെയാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ധ്യാനചിന്തകളൊക്കെ വളരെ പ്രസക്തമാകുന്നത്. കുമ്പസാരക്കൂടാണ് ദൈവകൃപയുടെ കൂട്. കുമ്പസാരക്കൂടിനോടുള്ള അകലം ദൈവത്തിൽ നിന്നുള്ള അകലമാണ്. പാപങ്ങൾ ഏറ്റുപറയാതെ ഒളിച്ചിരിക്കുന്ന മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ മരത്തിൻ്റെ പുറകിൽ പമ്മിയിരിക്കുന്ന ആദത്തിന് തുല്യനാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ കാണുമ്പോൾ ഭയം പിടികൂടുന്ന മനുഷ്യൻ, കുമ്പസാരക്കൂട് കാണുമ്പോൾ ഭയം. അവിടെ ന്യായീകരണങ്ങളുണ്ടാകാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് 3 രീതിയിൽ പറയുന്നുണ്ട്. ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴുന്നത് പെട്ടെന്നല്ല, 3 സ്റ്റെപ്പുകളിലൂടെയാണെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. 1 ആകർഷണം, 2 അടുപ്പം, 3 സ്വയം ന്യായീകരണം, 4 പാപം, 5 നിരാശ സമം മരണം. അപ്പോൾ ഒരു വ്യക്തിയുടെ തകർച്ച പൂർണ്ണമാകുന്നത് 5 തലങ്ങളിലൂടെയാണ്, 5 സ്റ്റെപ്പിലൂടെയാണ്. 1 ആകർഷണം, ഒരു വ്യക്തിയോടാകാം, ഒരു വസ്തുവിനോടാകാം, ഒരാശയത്തോടാകാം. അത് തെറ്റല്ല. മിശിഹാനുഭവ ധ്യാനം കുട്ടികൾക്ക് വേണ്ടി 1000-ത്തിലധികം കുഞ്ഞുങ്ങളോട് ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ അവസരം ലഭിച്ചപ്പം കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആകർഷണം തെറ്റാണോ? അല്ല, ഒരിക്കലും തെറ്റല്ല. ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ ഒരാശയത്തോടോ ആകർഷണം തോന്നുന്നത് തെറ്റല്ല. അടുത്തതാണ് സൂക്ഷിക്കേണ്ടത്, അടുപ്പം. കാണാതിരിക്കാൻ പറ്റുന്നില്ല, കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല, മദ്യമാണെങ്കിൽ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അടുപ്പം, അവിടെയാണ് ആശയങ്ങൾ, ചിലതിന് പിന്നാലെയുള്ള അലഞ്ഞുതിരിയൽ, ചില ബോധ്യങ്ങൾ, അതിനുവേണ്ടി ജീവിതം തന്നെ വിട്ടുകൊടുക്കാനുള്ളൊരു പ്രവണത. അവിടെയാണ് അപകടങ്ങൾ പതിയിരിക്കുക. സൂക്ഷിക്കുക.
മാർപ്പാപ്പ പറയുന്നു അവിടെയാണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ജാഗ്രത, ആകർഷണം, അടുപ്പം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് വീഴുമെന്നാണ് മാർപ്പാപ്പ പറയുക, സ്വയം ന്യായീകരണം. ഇത് തെറ്റല്ല. അവിടെയാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ പ്രസക്തി ഒന്നുകൂടിയാകുന്നു. പാപബോധമില്ലാത്ത തലമുറ, സ്വയം ന്യായീകരണം, അത് പാപമല്ല എന്നൊരു തോന്നൽ വരുന്നു, അത് പാപമല്ല എന്നൊരു തോന്നൽ വരുന്നു. അവിടെ അങ്ങനെ ആകാമെങ്കിൽ ഇവിടെ ഇങ്ങനെ ആകത്തില്ലേ, അവർ അങ്ങനെ ജീവിച്ചിട്ട് അവർക്കെന്ത് പറ്റി, അത് അങ്ങനെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഓരോ രീതിയിൽ, അത് ചിലപ്പം വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലാകാം, ചില വസ്തുക്കളുമായിട്ടുള്ള അടുപ്പത്തിലാകാം, ഉപയോഗത്തിൻ്റെ കാര്യത്തിലാകാം, അതുമല്ലെങ്കിൽ ആശയങ്ങളുടെ പിന്നാലെയുള്ള പോക്കിലായിരിക്കാം. സ്വയം ന്യായീകരണം ഒരു ഡേഞ്ചർ സോൺ, അപകടകരമായ ഒരു സോണാണത്. അതിലേക്ക് വിട്ടുകഴിഞ്ഞാൽ തിരിച്ചു കയറി വരിക വളരെ ബുദ്ധിമുട്ടേറിയ കാലമാണ്. മൈൻഡ് ഈസ് ദി അഡ്വക്കേറ്റ് ഓഫ് ഡെവിൾ. രണ്ടാം ക്രിസ്തു എന്ന് വിളിച്ച അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു, മൈൻഡ് ഈസ് ദി അഡ്വക്കേറ്റ് ഓഫ് ഡെവിൾ. മനസ്സ് പിശാചിൻ്റെ വക്കീലാണ്. ബട്ട് സോൾ ഈസ് ദി ഏജന്റ് ഓഫ് ലോർഡ്. ആത്മാവ് ദൈവത്തിൻ്റെ ദാസനാണ്. ആത്മാവ് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവഹിതത്തിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആത്മാവിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവ്. നമ്മുടെ ആത്മാവ് അസ്വസ്ഥത അനുഭവിക്കും. ആത്മാവ് ദൈവത്തിൻ്റെ ദാസനായി പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാനാണ് ആഗ്രഹിക്കുക. ബട്ട് മൈൻഡ് ഈസ് ദി അഡ്വക്കേറ്റ് ഓഫ് ഡെവിൾ. മനസ്സ് പിശാചിൻ്റെ വക്കീലാണ്. നമുക്ക് മനുഷ്യാവസ്ഥയ്ക്ക് 3 തലങ്ങളുണ്ട്, ബോഡി, മൈൻഡ് ആൻഡ് സോൾ. നമുക്കറിയാം, അതിൽ പിശാച് കയറി തൊടുന്നത് ശരീരത്തെ മനസ്സിനെയുമാണ് എന്നാണ് മരുഭൂമിയിലെ താപസപിതാക്കന്മാരുടെ ഉദ്ധരണികൾ ഒരിടത്ത് വായിച്ചു. ആത്മാവ് ഞെരുങ്ങുകയാണ്, ആത്മാവ് അസ്വസ്ഥമാകുകയാണ്, ആത്മാവ് നെടുവീർപ്പെടുകയാണ്. കാരണം ശരീരത്തോടും മനസ്സോടും ജീവിതാന്ത്യം വരെ ചേർന്നിരിക്കേണ്ട ആത്മാവ് ശരീരത്തിൻ്റെ പ്രവണതകൾ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം അനുഭവിക്കുക ആത്മാവിനാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ, ഒരു വീട്ടിൽ അമ്മയും അപ്പനും തമ്മിൽ വളരെ കലഹത്തിലാണ്. അതിൻ്റെ സമ്മർദ്ദം ആരിലേക്കാണ് വരിക? ഈ കലഹമുണ്ടാക്കുന്ന അപ്പനും അമ്മയ്ക്കും കലഹം കഴിയുമ്പോൾ ഒരു റിലീഫുണ്ട്, ആ ഒച്ചയും ബഹളം വെച്ചതിൻ്റെ റിലീഫ്. അതിൻ്റെ സമ്മർദ്ദം വരുന്നത് ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ്. നിസ്സഹായരായ കുഞ്ഞുങ്ങൾ, അവരുടെ മുഖം വാടുകയാണ്, അവർക്ക് ഭക്ഷണം വേണ്ട എന്ന് വരികയാണ്, അവരുടെ ചിരി മങ്ങുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ശരീരവും മനസ്സും പാപത്തിലേക്ക് വീഴുമ്പോൾ, അസ്വസ്ഥതകളിലേക്ക് വീഴുമ്പം സമ്മർദ്ദം അനുഭവിക്കുന്നത് ആത്മാവാണ്. ആത്മാവിൻ്റെ നെടുവീർപ്പുകൾ അത് ആത്മാവ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം പിന്നെ ദുർബലമാകും, രോഗാഗ്രസ്തമാകും. മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ആത്മാവ് ശക്തിപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരവസരത്തിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാം. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കാൻ പറ്റണം. അങ്ങനെയാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രവണതകളെയും മനസ്സിൻ്റെ ഇച്ഛകളെയും നിയന്ത്രിക്കാനുള്ള ശക്തി, ദൈവഹിതം എന്താണെന്ന് വിവേചിച്ചറിയാനുള്ള ശക്തി ആത്മാവിന് കിട്ടും. നമ്മളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കും. അല്ല എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4:7 കർത്താവ് പറയുന്ന ആ വചനമുണ്ട്, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്നോർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപം വാതുക്കൽ പതിയിരിക്കുന്നു, അത് നമ്മളിൽ താല്പര്യം വെച്ചിരിക്കുന്നു. അത് നമ്മളെ കീഴടക്കുന്നതിന് മുമ്പ് ആത്മാവിൻ്റെ ശക്തിയാൽ അതിനെ കീഴടക്കണം. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മനോഹരമായ ഈ ദിവസങ്ങളിൽ പാപത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഒഴിവാക്കി നിർത്താൻ കൃപലിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട്, ദൈവമാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ കൂടുതൽ വണങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പാപത്തെ അതിൻ്റെ പൂർണ്ണതയിൽ കൃപ നിറഞ്ഞവളായി ദൈവകൃപയുടെ സമൃദ്ധിയായി നിന്നുകൊണ്ട് ചേർത്ത് നിൽക്കുവാൻ കൃപ ലഭിച്ച പരിശുദ്ധ അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. സഹീവൻ മാളികയിൽ ചിതറപ്പെട്ട ദുഃഖത്തിലായ അസ്വസ്ഥരായ ശിഷ്യന്മാർ അമ്മയോടൊത്ത് പ്രാർത്ഥിച്ചു, ഏകമനസ്സോടെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അഗ്നിയായി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു. അവർ ശക്തി പ്രാപിച്ചു. അതിനുള്ള കൃപ ലഭിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഭവനത്തിൽ മാതാപിതാക്കളും മക്കളും അമ്മയോടൊത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഇടവകയിൽ ദൈവജനം വികാരിയച്ഛനോടൊത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. തിരുസഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായോടൊപ്പം ദൈവജനം നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആഴമായ പാപബോധവും പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും നീതിബോധവും ന്യായവിധിയുണ്ട് എന്നുള്ള ഓർമ്മകളുമായി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.